Hello, good afternoon. Welcome to Learning Now. നമ്മൾ ഈ ഒരു വീഡിയോയിൽ +1 ഫിസിക്സ് യൂണിറ്റ് 10 ഓസിലേഷൻസ് ആൻഡ് വേവ്സിലുള്ള ലാസ്റ്റ് ടോപ്പിക്സ് ആയ ബീറ്റ്സ് ആൻഡ് ഡോപ്ലർ എഫക്റ്റ് എന്നുള്ള ടോപ്പിക്കിനെ ബേസ് ചെയ്ത് കുറച്ച് MCQ ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, നമുക്ക് ക്ലാസ്സിലേക്ക് പോവാം. ഫസ്റ്റ് വൺ, two tuning forks A and B produce notes of frequencies F and 260 Hz. ഒരു ഫ്രീക്വൻസി F ഒരെണ്ണം 260 Hz ആണ്. If number of beats heard by a person is 8, number of beats എത്രയാണ് കേട്ടിരിക്കുന്നത് 8 ആണ്. അങ്ങനെയാണെങ്കിൽ ഈ ഫ്രീക്വൻസി F ന്റെ വാല്യൂ എത്രയായിരിക്കും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പൊ രണ്ട് ട്യൂണിംഗ് ഫോർക്ക് എയും ബിയും ആണ്. ബിയുടെ ഫ്രീക്വൻസി എന്ന് പറയുന്നത് 260 ഹെർട്സും എയുടെ ഫ്രീക്വൻസി F എന്നുള്ള രീതിയിലാണ് തന്നിരിക്കുന്നത്. ഓക്കെ, ആ ഒരു പേഴ്സൺ കേട്ടിരിക്കുന്ന ബീറ്റ്സ് എന്ന് പറയുന്നത് 8 ആണെങ്കിൽ F ന്റെ വാല്യൂ എത്രയായിരിക്കും? സോ ഓപ്ഷൻ ഡി ആണ് റൈറ്റ് ആൻസർ. ബോത്ത് 1 and 2 ആണ്. 1 ഓപ്ഷൻ എന്താണ്? 268 അതുപോലെ തന്നെ 242 ഹെർട്സും ആണ് വന്നിരിക്കുന്നത്. ഓക്കെ, സോ ഓപ്ഷൻ എയും ബിയും കറക്റ്റ് ആണ്. സോ 268 ഹെർട്സും പറ്റും, 252ഉം പറ്റും. ഓക്കെ, എങ്ങനെയാണ് സോൾവ് ചെയ്യാൻ നോക്കാം. നമുക്ക് ബീറ്റ് ഫ്രീക്വൻസിയുടെ ഇക്വേഷൻ അറിയാം. F1 - F2 ആണ്. F1 F2 എന്ന് പറയുന്നത് രണ്ട് ഫ്രീക്വൻസീസ് ആണ്. നമുക്ക് FA എന്ന് വന്നിരിക്കുന്നത് എത്രയാണ്? F എന്നുള്ളൊരു വാല്യൂ ആണ് തന്നിരിക്കുന്നത്. FB 262 ആണ്. അപ്പൊ നമുക്ക് 8 ബീറ്റ്സ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലെ. അപ്പൊ ബീറ്റ്സ് 8 is equal to FA - FB ആണ്. അപ്പൊ F is equal to +or-8 ആകും. കാരണം മോഡുലസ് ക്യാൻസൽ ആകുമ്പോൾ +or- ആണ്. അപ്പൊ 260ൽ നിന്നും നമുക്ക് 8 ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ എത്ര വരും? 268 വരും. 260 - 8 ആണെങ്കിൽ 252. സോ രണ്ട് ഓപ്ഷൻസ് നമുക്ക് ഫ്രീക്വൻസി പറ്റും. ഓക്കെ, two tuning forks A and B produces notes of frequencies 258 Hz and 262 Hz. An unknown note sounded with A produces certain beats. When the same note is sounded with B, beat frequency get doubled. The unknown frequency is. രണ്ട് ട്യൂണിംഗ് ഫോക്സ് എയും ബിയും നമുക്ക് രണ്ട് ഫ്രീക്വൻസീസ് തരുന്നുണ്ട്. ഏതൊക്കെ ഫ്രീക്വൻസിയിലാണ് നോട്ട്സ് തരുന്നത്? 258ഉം 262ഉം ആണ്. ഓക്കെ, ഒരു അൺനോൺ നോട്ട് സൗണ്ട് ചെയ്യുന്നുണ്ട്. അതായത് എ ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. സർട്ടൻ ബീറ്റ്സോടെ കൂടെ വരുന്നുണ്ട്. ആ ഒരു സെയിം നോട്ട് ബി സൗണ്ട് ചെയ്യുമ്പോൾ ആ ബീറ്റ് ഫ്രീക്വൻസി എന്ന് പറയുന്നത് ഡബിൾ ആകുന്നുണ്ട്. അപ്പൊ ആ ഒരു അൺനോൺ ഫ്രീക്വൻസി എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഓൾമോസ്റ്റ് നമുക്ക് ഈ ഒരു ബീറ്റ്സ് അതുപോലെ തന്നെ ബീറ്റ്സിനെ ബേസ് ചെയ്തിട്ട് വരുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ ഈ ഒരു ട്യൂണിംഗ് ഫോർക്ക് അതുപോലെ തന്നെ ഗിത്താർ ഇതിനെയൊക്കെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. ഓക്കെ, ഫ്രീക്വൻസി തന്നിട്ടുണ്ടാകും, ബീറ്റ്സ് തന്നിട്ടുണ്ടാകും. അപ്പൊ അതിൽ നിന്ന് ചിലപ്പോൾ ഒരു ഫ്രീക്വൻസി എന്താണെന്ന് കണ്ടുപിടിക്കുന്നത്, ഒരു നമ്പർ ഓഫ് ബീറ്റ്സ് എന്താണെന്ന്. ക്വസ്റ്റ്യൻ നോക്കുമ്പോൾ നമുക്ക് വലിയൊരു ക്വസ്റ്റ്യൻ ആയിട്ട് നമുക്ക് പെട്ടെന്ന് മനസ്സിലാവാത്ത രീതിയിൽ ഉണ്ടാവും. പക്ഷെ സിമ്പിൾ നമ്മൾ ആസ് യൂഷ്വൽ യൂസ് ചെയ്യുന്ന ഇക്വേഷൻസ് തന്നെയാണ് നമുക്ക് ഇവിടെ അപ്ലൈ ചെയ്യാനുള്ളത്. ഓക്കെ, സോ ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ. 254 ഹെർട്സ് ആണ് നമുക്ക് കിട്ടുന്ന ആ ഒരു അൺനോൺ ഫ്രീക്വൻസി. അപ്പൊ നോക്കൂ, FA നമുക്ക് തന്നിട്ടുണ്ട് 258 തന്നിട്ടുണ്ട്, FB 256 തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പൊ അൺനോൺ ഫ്രീക്വൻസിനെ നമുക്ക് എന്തെന്ന് പറയാം? F എന്നുള്ള രീതിയിലും പറയാൻ പറ്റും. അപ്പൊ B ഇത് ബീറ്റ്സ് ചെയ്യുമ്പോൾ നമുക്ക് വരുന്നത് എന്താണ്? 2B ആണ് കിട്ടുന്നത് അല്ലെ. B എന്ന് പറയുന്നത് Aക്കും 2B ആണ്, ഡബിൾ ആകുന്നുണ്ടെന്ന് പറഞ്ഞു. സോ FA - F എന്ന് പറയുന്നത് B യും FB - F എന്ന് പറയുന്നത് 2B യും ആണ് വരുന്നത്. അപ്പൊ ഈ രണ്ട് ഇക്വേഷൻ നമുക്ക് എന്ത് മനസ്സിലാക്കാൻ പറ്റും? FA - FB. അപ്പൊ നമുക്ക് എന്ത് വരും? B - 2B that is B എന്ന് കിട്ടും അല്ലെ. അപ്പൊ B is equal to എന്ന് പറയുന്നത് FB - FA. ഇത് രണ്ടും കൂടി മൈനസ് ചെയ്താൽ നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പൊ നമുക്ക് 4 ഹെർട്സ് ആണ് അവർ തമ്മിലുള്ള ഡിഫറൻസ് ബീറ്റ്സ് കിട്ടുന്നത്. അപ്പൊ നമുക്ക് F ന്റെ വാല്യൂ അല്ലേ കണ്ടുപിടിക്കുന്നത്. അപ്പൊ F is equal to എന്ന് കൊടുക്കാം, FA - B എന്ന് കൊടുക്കാം. ഓക്കെ, സോ FA എന്ന് പറയുന്നത് 258 ആണ്, -4 എന്ന് പറയുന്നത് 254 വരും. ഓക്കെ, സോ 258 - 4 എന്ന് പറയുന്നത് 2. ആൻസർ ഞാൻ എഴുതിയിട്ടില്ല, സോറി. 254 ആണ് വരുന്ന ആൻസർ. ഓക്കെ, ആ ഫ്രീക്വൻസി അൺനോൺ ഫ്രീക്വൻസി എന്ന് പറയുന്നത് എത്രയാണ്? 254 ഹെർട്സ് ആണ് കിട്ടുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. എ പേഴ്സൺ ഈസ് ഒബ്സർവിംഗ് 2 ട്രെയിൻസ് ഈച്ച് ഓഫ് വെലോസിറ്റി 4 m/s. ഒരു 4 m/s വെലോസിറ്റി ഉള്ള രണ്ട് ട്രെയിനുകളെ ഒരാൾ ഒബ്സർവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരു ട്രെയിൻ, വൺ ഓഫ് ദ ട്രെയിൻ കമ്മിങ് ടുവാർഡ്സ് ദ ഒബ്സർവർ വൈൽ ദ അതർ ഈസ് മൂവിംഗ് അവേ ഫ്രം ദ ഒബ്സർവർ. അപ്പൊ ഇത് നമ്മുടെ ഡോപ്ലർ എഫക്റ്റിനെ ബേസ് ചെയ്തിട്ട് വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ ഒരു ട്രെയിൻ എന്ന് പറയുന്നത് ഈ ഒരു പേഴ്സണെ ഫേസ് ചെയ്ത് വരികയാണ്, ഒരെണ്ണം അവേ ഫ്രം ദ പേഴ്സൺ ആണ്. ഓക്കെ, the frequency of each whistle made by the train is 240 Hz ആണ്. ഓരോ ട്രെയിനും അല്ലെങ്കിൽ ആ ഒരു ട്രെയിൻ ഉണ്ടാക്കിയിരിക്കുന്ന ആ ഒരു വിസിലിന്റെ ഫ്രീക്വൻസി എന്ന് പറയുന്നത് 240 Hz ആണ്. അങ്ങനെയാണെങ്കിൽ ആ ഒരു ഒബ്സർവർ അല്ലെ, ഒബ്സർവർ ബീറ്റ്സ് എത്രത്തോളം ഹേർട്ട് ചെയ്തിരിക്കുന്ന ബീറ്റ്സ് എത്രയായിരിക്കും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, then the beats heard by the observer. ഒബ്സർവർ കേട്ടിരിക്കുന്ന ബീറ്റ്സ് എത്രത്തോളം ആണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. എയറിൽ ഉണ്ടാകുന്ന സൗണ്ടിന്റെ വെലോസിറ്റി 320 m/s ആണ്. സോ നമുക്ക് സോൾവ് ചെയ്യുമ്പോൾ കിട്ടുന്നത് 6 ഹെർട്സ് ആണ്. ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ.
നോക്കൂ, വെലോസിറ്റി ഓഫ് സൗണ്ട് നമുക്ക് തന്നിട്ടുണ്ട്, ട്രെയിനിന്റെ വെലോസിറ്റി തന്നിട്ടുണ്ട്, ഫ്രീക്വൻസി ഓഫ് വിസിൽ F0 എന്നുള്ളത് നമുക്ക് തന്നിട്ടുണ്ട്. അപ്പൊ ഒബ്സർവർ എന്ന് പറയുന്നത് സ്റ്റേഷനറി ആണ്. അപ്പൊ നമുക്ക് വെലോസിറ്റി ഓഫ് ദ ലിസണർ അല്ലെങ്കിൽ ഒബ്സർവർ VO എന്ന് പറയുന്നത് നമുക്ക് എന്താണ് 0 മീറ്റർ പെർ സെക്കൻഡ് ആണ്. അപ്പൊ ആദ്യത്തെ കേസിൽ എന്താണ് ട്രെയിൻ എന്ന് പറയുന്നത് ഒബ്സർവറിൽ നിന്ന് മൂവ് ചെയ്യുന്ന രീതിയിലാണ് നമ്മൾ കൺസിഡർ ചെയ്തിരിക്കുന്നത്, അവേ ഫ്രം ദ ഒബ്സർവർ ആണ്. അപ്പൊ അതിനുള്ള ഇക്വേഷൻ എന്താണ് F1 dash is equal to V plus V0 by V plus Vs into F0 ആണ്. V എന്ന് പറയുന്നത് എന്താണ് വെലോസിറ്റി ആണ് അല്ലെ. അപ്പൊ 320 plus 0 by 320 plus 4 into 240 which is equal to 237 ഹെർട്സ് ആണ് കിട്ടുന്നത്. അടുത്തത് ഈ ഒരു ഒബ്സർവറിനെ നോക്കി വരുന്ന ട്രെയിൻ അതിന്റെ ഫ്രീക്വൻസി ആണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ ഇവിടെ നമുക്ക് മൈനസ് വരും. നോക്കൂ, V0 plus V plus V0 by V minus V0 into F0. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എനിക്ക് 243 ഹെർട്സ് ആണ് കിട്ടുന്നത്. അപ്പൊ ബീറ്റ്സ് എന്ന് പറഞ്ഞാൽ എന്താണ് രണ്ട് ഫ്രീക്വൻസിയുടെയും ഡിഫറൻസ് ആണ്. അപ്പൊ 243 minus 237 എന്ന് പറഞ്ഞാൽ എത്രയാണ് 6 ഹെർട്സ് ആണ് കിട്ടുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. Two trains A and B are moving toward each other at a speed of 432 km/h ആണ്. ട്രെയിനിന്റെ സ്പീഡ് തന്നിട്ടുണ്ട്. ഫ്രീക്വൻസി ഓഫ് വിസിൽ എന്ന് പറയുന്നത് 800 ഹെർട്സ് ആണെങ്കിൽ നമുക്ക് അപ്പാരന്റ് ഫ്രീക്വൻസി ഓഫ് ദ വിസിൽ, അതായത് ട്രെയിൻ ബിയിൽ ഇരിക്കുന്ന ഒരാള് ആ ഒരു അപ്പാരന്റ് ഫ്രീക്വൻസി എത്രയായിരിക്കും, ആ ഒരു വിസിലിന്റെ അപ്പാരന്റ് ഫ്രീക്വൻസിയിൽ ഏത് ഫ്രീക്വൻസിയിൽ അല്ലെങ്കിൽ ആ വിസിൽ കേൾക്കുന്ന അപ്പാരന്റ് ഫ്രീക്വൻസി എത്രയായിരിക്കും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, ട്രെയിൻ ബിയിലാണ് ഇരിക്കുന്നത്, എയുടെ വിസിലിന്റെ ഫ്രീക്വൻസിയാണ് നമുക്ക് 800 ഹെർട്സ് തന്നിരിക്കുന്നത്. ഓക്കെ, സോ ഓപ്ഷൻ എ 1600 ഹെർട്സ് ആണ്. എങ്ങനെയാണ് സോൾവ് ചെയ്യണം നമുക്ക്. അപ്പൊ സോഴ്സ് ഓഫ് ദ ഒബ്സർവർ മൂവിംഗ് ടുവാർഡ്സ് ഈച്ച് അതർ ആണ്. അപ്പൊ നമുക്ക് ഇക്വേഷൻ എന്താ വരിക F0 into V plus V0 by V minus VS ആണ്. F എന്ന് പറയുന്നത് നമുക്ക് അപ്പാരന്റ് ഫ്രീക്വൻസി, F0 എന്ന് പറയുന്നത് നമുക്ക് തന്നിരിക്കുന്ന നോർമൽ ഫ്രീക്വൻസി ആണ്. V വെലോസിറ്റി ഓഫ് ദ സൗണ്ട്, ഒബ്സർവറിന്റെ വെലോസിറ്റി ആണ് V0, VS എന്ന് പറയുന്നത് സോഴ്സിന്റെ ആണ്. അപ്പൊ നമുക്ക് തന്നിരിക്കുന്ന സ്പീഡിനെ നമ്മൾ മീറ്റർ പെർ സെക്കൻഡിലേക്ക് കൺവേർട്ട് ചെയ്തു. ദാറ്റ് ഈസ് 120 മീറ്റർ പെർ സെക്കൻഡ്, ദാറ്റ് ഈസ് 5/18 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാണ്. അപ്പൊ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. F0 800 ആണ് തന്നിരിക്കുന്നത് ഇൻറ്റു 360 plus 120 by 360 minus 120 which is equal to 1600 ഹെർട്സ് ആണ് വരുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. എ ബൈക്ക് റൈഡർ അപ്രോച്ചിങ് എ വെർട്ടിക്കൽ വാൾ observes that the frequency of his bike horn changes from 440 Hz to 480 Hz when it gets reflected from the wall. Find the speed of the bike if the speed of the sound is 330 meter per second. ഒരു ബൈക്ക് റൈഡർ വെർട്ടിക്കൽ ആയിട്ടുള്ള ഒരു വോളിനെ അപ്രോച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവിടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ബൈക്കിന്റെ ഹോൺ ചേഞ്ചസ് ആയിട്ടുണ്ട്. ആ ഒരു ഫ്രീക്വൻസി 440 നിന്നും 480 ആയിട്ടുണ്ട്, അതായത് റിഫ്ലക്ട് ആകുമ്പോൾ ഇൻക്രീസ് ആയിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ആ ബൈക്കിന്റെ സ്പീഡ് എത്രത്തോളം ഉണ്ടെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ദാറ്റ് ഈസ് 14.3 മീറ്റർ പെർ സെക്കൻഡ്. ഓപ്ഷൻ എ ആണ് ആൻസർ. ഓക്കെ, അപ്പൊ നോക്കൂ, ബൈക്ക് അപ്രോച്ച് ചെയ്തിരിക്കുന്നത് വോളിലേക്ക് അപ്രോച്ച് ചെയ്തിരിക്കുന്ന സ്പീഡ് u എന്നുള്ള രീതിയിലാണ് കൺസിഡർ ചെയ്തിരിക്കുന്നത്. സോ അപ്പാരന്റ് ഫ്രീക്വൻസി റിസീവ്ഡ് ബൈ ദ വോൾ നമുക്ക് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം. F is equal to F0 into V by V minus u, അതായത് ആ സ്പീഡാണ് നമ്മുടെ ബൈക്കിന്റെ സ്പീഡാണ് u എന്നുള്ള രീതിയിൽ മെൻഷൻ ചെയ്തിരിക്കുന്നത്. അപ്പൊ റിഫ്ലക്റ്റഡ് വേവിൽ നമുക്ക് എന്ത് വരും, തിരിച്ചു വരും അല്ലെ. F into V plus u by V എന്ന് വരും. ഇപ്പൊ രണ്ട് ഇക്വേഷൻസ് നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ എന്ത് വരും, F0 into V by V minus u into V plus u by Vu എന്ന് വരും. ഓക്കെ, അപ്പൊ അത് ഞാൻ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ എനിക്ക് വരുന്ന ഫൈനൽ ഇക്വേഷൻ F dash is equal to V plus u by V minus u into F0 എന്നാണ് കിട്ടുന്നത്. അപ്പൊ ഈ വാല്യൂസ് നമുക്ക് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 480 ഉണ്ട് ഇവിടെ, V plus u by V minus u that is into 440 ആണ്. അപ്പൊ u ആണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് അല്ലെ. u is equal to എന്ത് വരും, 4/92 into 330 which is equal to 14.3 മീറ്റർ പെർ സെക്കൻഡ് ആണ് നമുക്ക് ആ ഒരു ബൈക്കിന്റെ സ്പീഡ് ആയിട്ട് കിട്ടുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. Two cars A and B are moving towards each other when a car is sound horn of frequency of 500 Hz at a speed of 20 meter per second ആണ്. Then the frequency horn heard by the driver car B is 550 Hz. Then find the speed of car B. അപ്പൊ നമുക്ക് രണ്ട് കാറുകൾ പരസ്പരം ക്രോസ് ചെയ്യാണ്. അപ്പൊ ഒരു കാർ എയുടെ സൗണ്ട് ആ ഒരു ഫ്രീക്വൻസി എന്ന് പറയുന്നത് 500 Hz, അതിന്റെ സ്പീഡ് 20 മീറ്റർ പെർ സെക്കൻഡ് ആണ്. അപ്പൊ സെക്കൻഡ് ഡ്രൈവർ കാർ ബിയിൽ ഉണ്ടാകുന്ന അയാൾ കേട്ടിരിക്കുന്നതിന്റെ ഫ്രീക്വൻസി എന്ന് പറയുന്നത് 550 ആണ്. അങ്ങനെയാണെങ്കിൽ കാറിന്റെ സ്പീഡ് എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ദാറ്റ് ഈസ് 11 മീറ്റർ പെർ സെക്കൻഡ് ആണ്. സൊല്യൂഷൻ നോക്കൂ, നമുക്ക് തന്നിരിക്കുന്നത് VS 20 മീറ്റർ പെർ സെക്കൻഡ് തന്നിട്ടുണ്ട് അല്ലെ. വെലോസിറ്റി ഓഫ് ഫസ്റ്റ് സോഴ്സ് തന്നിട്ടുണ്ട്, അതിന്റെ ഫ്രീക്വൻസിയും തന്നിട്ടുണ്ട്. സെക്കൻഡിൽ നമുക്ക് 550 ആണ് തന്നിരിക്കുന്നത്, VO ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് അല്ലെ.
അപ്പോൾ നോക്കൂ, കാർ എ എന്ന് പറയുന്നത് സോഴ്സും കാർ ബി എന്ന് പറയുന്നത് ഒബ്സർവർ ആയിട്ട് നമ്മൾ അബ്സർവ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഡോപ്ലർ എഫക്റ്റ് ആണ് നമ്മൾ ഇവിടെ അപ്ലൈ ചെയ്യുന്നത്. സോ എഫ് ഡാഷ് ഇസ് ഈക്വൽ ടു എന്ത് വരും? വി പ്ലസ് വി സീറോ ബൈ വി മൈനസ് വി എസ് ഇൻറ്റു എഫ് ആണ്. അപ്പോൾ വാല്യൂസ് ഞാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. 550 ആണ് നമുക്ക് തന്നിരിക്കുന്ന എഫിന്റെ വാല്യൂ അല്ലേ. അപ്പോൾ എഫ് ഡാഷ് അല്ലെങ്കിൽ ഇത് that is equal to 330 plus v0 by 330 minus 20 into 500 ആണ്. അപ്പോൾ ഈ ഒരു സോൾവ് ചെയ്യുമ്പോൾ എനിക്ക് v0 ന്റെ വാല്യൂ കിട്ടും. That is v0 is equal to 341 minus 330 which is 11 meter per seconds ആണ്. കാർ ബിയുടെ വെലോസിറ്റി അല്ലെങ്കിൽ ഒബ്സർവർ കാറിന്റെ വെലോസിറ്റി എന്ന് പറയുന്നത് 11 meter per second ആണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. എ സൗണ്ട് വേവ് travels with a velocity of 300 meter per second through a gas. 9 beats are produced in 3 seconds. When 2 waves pass through it simultaneously. If one of the wave has 2 meter wavelength, then the wavelength of the other wave. അപ്പോൾ ഒരു സൗണ്ട് വേവ് വെലോസിറ്റി 300 മീറ്റർ പെർ സെക്കൻഡിലൂടെ ഉള്ളത് ഒരു ഗ്യാസിലൂടെ ട്രാവൽ ചെയ്യുകയാണ്. ഓക്കെ, അപ്പോൾ 9 ബീറ്റ്സ് ആണ് നമുക്ക് 3 സെക്കൻഡിൽ കേൾക്കുന്നത്. അതായത് 2 വേവ്സ് അതിലൂടെ പാസ് ചെയ്യുമ്പോൾ സൈമൾട്ടേനിയസ് ആയിട്ട് പോകുമ്പോൾ 9 ബീറ്റ്സ് ആണ് 3 സെക്കൻഡുകൾ കൊണ്ട് കേൾക്കുന്നത്. ഒരു വേവിന്റെ വേവ് ലെങ്ത് 2 മീറ്റർ ആണെങ്കിൽ അതർ വേവിന്റെ വേവ് ലെങ്ത് എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, ഓപ്ഷൻ ബി 2.04 മീറ്റർ ആണ് നമുക്ക് സെക്കൻഡ് വേവ് ലെങ്ത് കിട്ടുന്നത്. അപ്പോൾ നോക്കൂ, ഫസ്റ്റ് ഞാൻ നമ്പർ ഓഫ് ബീറ്റ്സ് പെർ സെക്കൻഡ് 9/3 ആണ്. ഒരു സെക്കൻഡ് എത്ര വരും? 3 സെക്കൻഡിൽ 9 ബീറ്റ്സ് ആണെങ്കിൽ ഒരു സെക്കൻഡിൽ നമുക്ക് 3 ബീറ്റ്സ് ആണ് വരുന്നത്. അപ്പോൾ ആസ് പെർ ദി ഇക്വേഷൻ നമുക്കറിയാം f1 മൈനസ് f2 ആണ്. ബീറ്റ്സ് ഇസ് ഈക്വൽ ടു f1 മൈനസ് f2 ആണ്. സോ 3 is equal to f1 എന്ന് പറഞ്ഞാൽ എന്താണ്? വെലോസിറ്റി ബൈ ലാംഡ അല്ലെ, വേവ് ലെങ്ത് വെലോസിറ്റി ബൈ ലാംഡ ആണ്. സോ v by lambda 1 minus v by lambda 2 which is equal to v ഞാൻ കോമൺ ആയിട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ എനിക്ക് എന്ത് വരും? 1 by lambda 1 into minus 1 by lambda 2 എന്ന് കിട്ടുന്നുണ്ട്. അപ്പോൾ v നമുക്ക് വെലോസിറ്റി 300 ആണ് തന്നിട്ടുണ്ട് സൗണ്ടിന്റെ. സോ 3 by 300 is equal to lambda 1 ഫസ്റ്റ് വേവ് ലെങ്ത് 2 ആണെന്ന് തന്നിട്ടുണ്ട്. lambda 2 ആണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാനുള്ളത്. സോ 3 by 300 minus 1 by 2 is minus 1 by lambda 2 ആണ്. അപ്പോൾ 1 by lambda 2 is equal to എനിക്ക് എന്ത് കൊടുക്കാം? 1 by 2 minus ഈ 3 by 300 എനിക്ക് 1 by 100 എന്ന് കൊടുക്കാം. which is equal to 100 minus 2 by 200 is equal to 2.04 ആണ് നമുക്ക് വരുന്ന വേവ് ലെങ്ത് ഓഫ് ദി സെക്കൻഡ് വേവ് എന്ന് പറയുന്നത്. ഓക്കെ, a train standing at the outer signal of a railway station blows a whistle of frequency 400 Hz in still air. ഓക്കെ, ഒരു റെയിൽവേ സ്റ്റേഷന്റെ ഔട്ടർ സിഗ്നലുള്ള ഒരു ട്രെയിൻ എന്ന് പറയുന്നത് ഒരു വിസിൽ വരുന്ന ഫ്രീക്വൻസി 400 Hz ആണ്. ആ ട്രെയിൻ വന്നിട്ട് ബിഗിൻസ് ടു മൂവ് ആണ്. ഒരു സ്പീഡ് നമുക്ക് 30 മീറ്റർ പെർ സെക്കൻഡ് സ്പീഡിൽ പ്ലാറ്റ്ഫോമിനെ നോക്കിക്കൊണ്ട് എന്ത് ചെയ്തിരിക്കുകയാണ്? ട്രെയിൻ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഫ്രീക്വൻസി ഓഫ് ദ സൗണ്ട് ഒരു ഒബ്സർവർ, പ്ലാറ്റ്ഫോമിൽ നിൽക്കുന്ന ഒരു ഒബ്സർവർ കേൾക്കാൻ ചാൻസസ് ഉള്ള ആ ഒരു സൗണ്ടിന്റെ ഫ്രീക്വൻസി എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അതിന്റെ സ്പീഡ് നമുക്ക് തന്നിരിക്കുന്നത് 330 മീറ്റർ പെർ സെക്കൻഡ്സ് ആണ്. സോ ഓപ്ഷൻ സി 440 ഹെഡ്സ് ആണ് നമുക്ക് കേൾക്കുന്ന ആ ഒരു ഒബ്സർവർ പ്ലാറ്റ്ഫോമിൽ നിന്ന് കേൾക്കുന്ന ആ ഒരു ഫ്രീക്വൻസി, വിസിലിന്റെ ഫ്രീക്വൻസി എന്ന് പറയുന്നത്. അപ്പൊ നോക്കൂ, സോഴ്സ് നമുക്ക് തന്നിരിക്കുന്നത് ട്രെയിനിലല്ലേ 400 ഹെഡ്സ് ആണ് അല്ലെ. സൗണ്ട് നമുക്ക് വെലോ തന്നിട്ടുണ്ട്. സ്പീഡ് ഓഫ് ദ ട്രെയിൻ അല്ലെങ്കിൽ വെലോസിറ്റി നമുക്ക് തന്നിട്ടുണ്ട്. അപ്പൊ മൂവിംഗ് ടുവേർഡ്സ് സ്റ്റേഷനറി ഒബ്സർവർ ആണ്. സോ നമുക്ക് എന്താ ഇക്വേഷൻ? എഫ് ഡാഷ് ഇസ് ഈക്വൽ ടു എഫ് ഇൻറ്റു വി ബൈ വി മൈനസ് വി എസ് ആണ്. അത് ഞാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. അപ്പൊ എഫ് ഡാഷ് ഇസ് ഈക്വൽ ടു എഫ് എന്ന് പറയുന്നത് 400 ആണ് ഇൻറ്റു 330 മൈനസ് 30 ദാറ്റ് ഇസ് ഈക്വൽ ടു 440 ഹെഡ്സ് ആണ് എനിക്ക് വരുന്ന ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ. A source of sound producing wavelength 50 cm is moving away from a stationary observer with 1/5 speed of sound. ഒരു സോഴ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്ന വേവ് ലെങ്ത് 50 സെന്റിമീറ്റർ വേവ് ലെങ്ത് ഉള്ള അത് മൂവ് ചെയ്തിരിക്കുകയാണ്. സ്റ്റേഷനറി ഒബ്സർവറിൽ നിന്ന് മൂവ് ചെയ്തിരിക്കുകയാണ്. സൗണ്ടിന്റെയേക്കാൾ 1/5 സ്പീഡിലുള്ളതാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ആ ഒരു ഒബ്സർവർ റിസീവ് ചെയ്യുന്ന സൗണ്ടിന്റെ വേവ് ലെങ്ത് എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, ദാറ്റ് ഈസ് ഓപ്ഷൻ സി 60 സെന്റിമീറ്റർ ആണ്. നോക്കൂ, വേവ് ലെങ്ത് ഓഫ് ദ സൗണ്ട് ലാംഡ എസ് എന്ന് പറയുന്നത് 50 സെന്റിമീറ്റർ ആണ്. സ്പീഡ് ഓഫ് ദ സൗണ്ട് ഞാൻ ജസ്റ്റ് വി എന്ന് കൺസിഡർ ചെയ്തിരിക്കുകയാണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ സോഴ്സിന്റെ എന്താണ് 1/5 ഓഫ് വി ആണ് അല്ലെ, 1/5 ഓഫ് വി ആണ്. അപ്പൊ സോഴ്സ് എന്ന് പറയുന്നത് എവേ ഫ്രം ദ സ്റ്റേഷനറി ഒബ്സർവർ ആണ്. അപ്പൊ നമുക്ക് വേവ് ലെങ്ത്തിനുള്ള ഇക്വേഷൻ എന്താ വരിക? ലാംഡ ഡാഷ് ഇസ് ഈക്വൽ ടു വി പ്ലസ് വി എസ് ബൈ വി ഇൻറ്റു ലാംഡ ആണ് വരുന്നത്. സോ വി പ്ലസ് വി എസ് ന് പകരം 1/5 വി എന്ന് കൊടുക്കാം ഡിവൈഡഡ് ബൈ വി. അപ്പൊ ഇത് ഞാൻ വി കോമൺ ആയിട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ എനിക്ക് എന്ത് വരും? 1 plus 1/5 into lambda, that is 6/5 into lambda ആണ്. ലാംഡ എന്താണ് നമുക്ക് തന്നിരിക്കുന്നത്? 50 ആണ്. സോ 50 into 6/5 that is equal to 60 സെന്റിമീറ്റർ ആണ് എനിക്ക് കിട്ടുന്ന വാല്യൂ എന്ന് പറയുന്നത്, ലാംഡയുടെ വാല്യൂ. അടുത്ത ക്വസ്റ്റ്യൻ. എ പോലീസ്മാൻ blows a whistle with a frequency of 500 Hz. A car approaches him with a velocity of 15 meter per second.
The changing frequency as heard by the driver of the car as he passes the policeman is. അപ്പോൾ ഒരു പോലീസ്മാൻ വിസിൽ ബ്ലോ ചെയ്യുന്നുണ്ട്. അതിന്റെ ഫ്രീക്വൻസി എന്ന് പറയുന്നത് 500 ഹെർട്സ് ആണ്. ഒരു കാറ് വെലോസിറ്റി 15 മീറ്റർ പെർ സെക്കൻഡിലുള്ള വെലോസിറ്റിയിലുള്ള സ്പീഡിലുള്ള കാറ് ഈ പോലീസ്മാനെ ജസ്റ്റ് വന്ന് ക്രോസ് ചെയ്ത് പാസ് ചെയ്ത് പോകുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ അതിലുണ്ടാകുന്ന ഫ്രീക്വൻസി ചേഞ്ച് എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് സൗണ്ടിന്റെ ആ വെലോസിറ്റി 300 മീറ്റർ പെർ സെക്കൻഡ് തന്നിട്ടുണ്ട്. സോ ഓപ്ഷൻ 50 ഹെർട്സ് ആണ് നമുക്ക് വരുന്ന ഫ്രീക്വൻസി ചേഞ്ച് എന്ന് പറയുന്നത്. അപ്പോൾ നോക്കൂ, ആദ്യം നമ്മൾ പോലീസിലേക്ക് അപ്രോച്ച് ചെയ്യുമ്പോൾ വരുന്ന ഫ്രീക്വൻസി കാൽക്കുലേറ്റ് ചെയ്യണം. എന്നാലേ നമുക്ക് ഫ്രീക്വൻസി ചേഞ്ച് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. സോ V0 പ്ലസ് VS V0 V plus V0 V0 അല്ല കേട്ടോ, സോറി, V plus V0 by V minus VS into F ആണ്. സോ 300 plus 15 ആണ് നമുക്ക് തന്നിരിക്കുന്ന V0 divided by 300 minus 0 into 500, that is 525 ഹെർട്സ് കിട്ടുന്നുണ്ട്. Away from the policeman ആണെങ്കിൽ നമുക്ക് എന്ത് വരും? V minus V0 by V minus VS വരുത്തും. 300 minus 15 by 300 minus 0 into 500, അത് എനിക്ക് 475 ഹെർട്സ് ആണ് കിട്ടുന്നത്. അവരുടെ ചേഞ്ചിങ് ഫ്രീക്വൻസി അല്ലേ ചോദിച്ചിരിക്കുന്നത്. അപ്പൊ രണ്ട് ഫ്രീക്വൻസികൾ തമ്മിലുള്ള ഡിഫറൻസ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ എനിക്ക് 50 ഹെർട്സ് കിട്ടുന്നുണ്ട്. ഓക്കെ ഫൈൻ. അപ്പൊ ഇത്രയാണ് നമുക്ക് ബീറ്റ്സ് ആൻഡ് ഡോപ്ലർ എഫക്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടോപ്പിക്കിനെ ബേസ് ചെയ്തിട്ട് ഡിസ്കസ് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻസ്. ഓക്കെ, താങ്ക് യു.